So, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു കിടിലൻ ഗിവ് അവേ നൽകുകയാണ്. ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ലഭിക്കാൻ പോകുന്നത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 പെയ്ഡ് സോഫ്റ്റ്വെയർസ് ആണ്. സോ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗിവ് അവേ ലിങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അവിടെ താഴെയായിട്ട് കുറേ അധികം പെയ്ഡ് സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഐടോപ്പ് സ്ക്രീൻ റെക്കോർഡർ പ്രോ, 4K വീഡിയോ ഡൗൺലോഡർ പ്രോ, ഐടോപ്പ് ഡേറ്റ റിക്കവറി പ്രോ, ഇതുപോലുള്ള കുറേ സോഫ്റ്റ്വെയർസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് 5 സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയറിന്റെ സൈഡിലായിട്ട് കാണുന്ന ആ ഒരു ഗെറ്റ് കീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. ആ ഒരു സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ അതിന്റെ ലൈസൻസ് കീ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് 3 സോഫ്റ്റ്വെയർ വരെ മാക്സിമം ലഭിക്കുന്നതായിരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിവ് അവേയുടെ ഇൻഫോർമേഷൻ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഷെയർ ചെയ്യുക. അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ ചാൻസ് വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് 5 സോഫ്റ്റ്വെയർ വരെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനിയൊരു ഗിവ് അവേയുടെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 24-ാം തീയതിയാണ്. സോ മാക്സിമം എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഹലോ ഗൈസ്, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത് വെറും 1500 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ട്രൂ വയർലെസ് ഇയർഫോൺസ് ആയ Mivi Duopods F60 എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഇയർഫോൺസിൻ്റെ ഒരു കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് ഫുൾ റിവ്യൂ ആണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ Mivi Duopods F60 എന്ന് പറയുന്ന TWS ഇയർഫോൺസ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കൊരു വെൽക്കം കാർഡാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു വാറൻറ്റി കാർഡ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രൊഡക്റ്റിന് 1 ഇയർ വാറൻറ്റിയാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ വാറൻറ്റി നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ ഒരു കാർഡിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയേഴ്സ് വഴി നമ്മൾ ഈ ഒരു വാറൻറ്റി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ TWS ഇയർഫോൺസ് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പിന്നെ ഒരു ബോക്സിനുള്ളിലായിട്ട് നമുക്ക് എക്സ്ട്രാ 2 പെയർസ് ഓഫ് സിലിക്കൺ ഇയർ ടിപ്സും അതുപോലെ തന്നെ Type-C ചാർജിങ് കേബിളും ലഭിക്കുന്നുണ്ട്. സോ ഇത്രയാണ് ബോക്സ് കണ്ടൻസ് വരുന്നത്. ഇനി നമ്മുടെ TWS ഇയർഫോൺസിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് കേസിൻ്റെ കംപ്ലീറ്റ് ബിൽഡ് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ബിൽഡിലാണ്. പക്ഷേ എന്നാലും ഹോൾഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒരു സർക്കുലർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കാണാൻ വളരെ ക്യൂട്ടാണ്. പിന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെയധികം കംഫർട്ടബിൾ ആയും തോന്നുന്നുണ്ട്. പിന്നെ ഒരു കംപ്ലീറ്റ് ഗ്ലോസി ഫിനിഷിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, കാരണം സ്മച്ചസ് ഒക്കെ നല്ലപോലെ ആവുന്നുണ്ട്. പക്ഷേ എന്നാലും കാണാൻ വളരെ ഗുഡ് ലുക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു കേസിൻ്റെ കംപ്ലീറ്റ് വെയിറ്റ് വരുന്നത് 38.5 grams ആണ്. അതേപോലെ തന്നെ ഈ കേസിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ LED ലൈറ്റ്സ് കാണാൻ സാധിക്കും. താഴെയായിട്ട് Mivi ബ്രാൻഡിങ് കാണാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് Type-C ചാർജിങ് പോർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചാർജിങ് കേസ് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഇയർബഡ്സ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. 2 ഇയർബഡ്സ് ഒന്ന് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഓരോ ഇയർബഡിൻ്റെ വെയിറ്റ് വരുന്നത് 8.1 grams ആണ്. അതുപോലെ തന്നെ ഇയർബഡ്സിൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ബിൽഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലോസി ഫിനിഷിൻ്റെ മാറ്റ് ഫിനിഷിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഇയർബഡ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ. ഇനി ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ ആദ്യമായിട്ടാണ് ഒരു TWS ഇയർഫോൺസ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാതിന് പ്രോപ്പർ ഫിറ്റ് ആൻഡ് കംഫർട്ട് നൽകുന്ന കറക്റ്റ് ഇയർ ടിപ്സ് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം എന്നാൽ മാത്രമേ ആ ഒരു ഇയർഫോൺസിൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കാം. ഇനി ഒരു ഇയർഫോൺസിൻ്റെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഇത് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ഇത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യത്തില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കാതിന് കറക്റ്റായിട്ടുള്ള ഇയർ ടിപ്സ് തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ ഫിറ്റിൻ്റെ കാര്യത്തിലും ഒരു ഇഷ്യൂസും വരില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് IPX4ൻ്റെ വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും പിന്നെ ചെറിയ ചാറ്റൽ മഴയുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യത്തിലും ഒരു ഇഷ്യൂസും ഇല്ല. സോ കംഫർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ നന്നായിട്ടാണ് തോന്നിയത്. ഇനി ഏതൊരു ഇയർഫോൺ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി.
ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇതിനകത്ത് നമുക്ക് 12mm ഡ്രൈവേഴ്സാണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ബാസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രബിൾസിൻ്റെ മിഡ്സിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ലെവൽ എന്ന് വേണം പറയാൻ. ഇനി നിങ്ങളൊരു 80-85% വോളിയത്തിലാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു TWS ഇയർഫോൺസിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ മറ്റ് പല ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിലേറ്റവും ആദ്യം എടുത്ത് പറയേണ്ട ഒന്നാണ് ENC അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ. ഈ ഒരു ഫീച്ചറിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്രോഫോൺ വെച്ച് മൊത്തത്തിൽ 2 ഇയർബഡ്സിലുമായിട്ട് നമുക്ക് 4 മൈക്രോഫോൺസ് ലഭിക്കുന്നുണ്ട്. ഇത്രയും മൈക്രോഫോൺസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലൊരു കോൾ ക്വാളിറ്റിയാണ്, വളരെ നോയ്സി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പോലും ഈ ഒരു TWS ഇയർഫോൺസ് നമുക്ക് നൽകുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് TWS ഇയർഫോൺസിൽ ലഭിക്കാത്തൊരു ഫീച്ചർ തന്നെയാണിത്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ കോൾ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ റെക്കോർഡാവുന്ന നമ്മുടെ Mivi Duopods F60 എന്ന് പറയുന്ന TWS ഇയർഫോൺസ് വഴിയാണ്. സോ ഇതാണ് ഈ ഒരു TWS ഇയർഫോണിൻ്റെ മൈക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ കോൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ഈ ഒരു TWS ഇയർഫോൺസിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 10 മീറ്റേഴ്സ് ആണ്. ഏകദേശം അത്രയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്, ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. പിന്നെ ലേറ്റൻസിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴോ മൂവീസ് കാണുമ്പോഴോ ഒന്നും ഒരു തരത്തിലുള്ള ലേറ്റൻസി നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഗെയിംസ് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലേറ്റൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിപ്പോൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു TWS ഇയർഫോൺസ് നിങ്ങൾ വാങ്ങിയാലും തീർച്ചയായിട്ടും അതിനകത്ത് ആ ഒരു ലേറ്റൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി ഒരു TWS ഇയർഫോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ 70% വോളിയത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 8.5 ഹവേഴ്സിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് ഓരോ ഇയർബഡ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു യൂസേജ് അനുസരിച്ച് 7 ഹവേഴ്സ് പ്ലസ് ബാറ്ററി ബാക്കപ്പാണ് എനിക്ക് ഓരോ ഇയർബഡ്സിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ ചാർജിങ് കേസിനൊപ്പോട്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 ഹവേഴ്സ് പ്ലസ് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു യൂസേജ് അനുസരിച്ച് 45 ഹവേഴ്സ് പ്ലസ് ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് കേസ് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 അവർ ടൈമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു TWS ഇയർഫോൺസിൽ കംപ്ലീറ്റ് ടച്ച് കൺട്രോൾസ് ആണ് ലഭിക്കുന്നത്. ഇനി ഈ ടച്ച് കൺട്രോൾസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ഇയർബഡിൽ സിംഗിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കും. ഇനി റൈറ്റ് ഇയർബഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ സാധിക്കും. ലെഫ്റ്റ് ഇയർബഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകാൻ സാധിക്കും. ഇനി റൈറ്റ് ഇയർബഡിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് ഇയർബഡിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ഇയർബഡിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വേക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന ടച്ച് ഫംഗ്ഷൻസ്. ഇനി ഈ TWS ഇയർഫോൺസ് നിങ്ങൾക്ക് 4 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ ആൻഡ് വൈറ്റ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഫ്ലിപ്കാർട്ട് പ്രൈസ് വരുന്നത് 1399 രൂപയാണ്. മിവിയുടെ വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും എല്ലാ പർച്ചേസ് ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ Mivi Duopods F60 എന്ന് പറയുന്ന ഈ ഒരു TWS ഇയർഫോൺസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.